എടാ ഇത് എന്തൊരു സെർവാടാ. എടാ സെർവ് എന്ന് പറയുമ്പോ ബാറ്റി കൊള്ളണം. ദേ കണ്ടാ ഇങ്ങനെ കുണ്ടി അത്രയും പുറകോട്ട് ഇങ്ങനെ തള്ളണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾ തള്ളിയിട്ട് ഇയാളെ കൂടുതൽ ഇങ്ങോട്ട് പാപ്പിക്കാൻ വരെ ഇയാളെ കൊണ്ട് കളി. ഇയാൾ എന്നെ സർവ് പാപ്പിക്കാൻ വരുന്നത്. യൂട്യൂബിൽ കുറെ വീഡിയോ കണ്ടിട്ട് എന്റെ തൊള്ള കയറാൻ വരുന്നത്. മര്യാദ കളിക്കുന്നേ കളിച്ചിട്ട് കാറ്റ ഭയങ്കര കാറ്റാണല്ലോ. ആ മഴ മഴയുടെയാ മഴയുടെ വാ ഇറക്കാൻ ഇയാളെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. പറ്റുന്ന വല്ല പണിക്കും പോകും. ചുമ്മാ പാചകം അടിക്കാൻ അറിയാം കുറെ. നാളെ സ്കൂൾ തുറക്കുവാണല്ലോ. നാളെയാണോ സ്കൂൾ തുറക്കുന്നേ? ആ നാളെ തുറക്കുന്നേ. പോടാ, സ്കൂളിപ്പോ അങ്ങോട്ട് അടച്ചല്ലേ ഉള്ളു. ഇപ്പോഴെങ്കിലും തുറക്കത്തില്ല. ചുമ്മാ ആരാ പറഞ്ഞു? എടാ നാളെയാടാ ജൂൺ 1. ഇല്ല, എനിക്ക് കാണിക്കണം. എനിക്ക് കാണിച്ചെന്ന് കൊതി തീർന്നില്ല. കാണിച്ച് തുടങ്ങിയല്ലേ ഉള്ളൂ നമ്മൾ. എടാ നാളെ സ്കൂളിൽ പോയേ പറ്റത്തുള്ളൂ. ഇല്ല, ഞാൻ വരത്തില്ല സ്കൂളിൽ. ഞാൻ കളിക്കാൻ പോവാ. എടാ ക്ലാസ്സിന് കൊണ്ടായോ? ഇല്ല, ഞാൻ കളിക്കാൻ പോവാ. ക്ലാസ്സിന് കൊണ്ടായോ? ഇല്ല, എനിക്ക് കളിക്കണം എന്ന് പറഞ്ഞാ വെച്ചത്. അതിന്റെ അപ്പുറത്തോട്ടുള്ള മറുപടി കൂടെ ഒന്നുമില്ല. മോനെ എടാ ക്ലാസ്സിന് പോകാൻ എണ്ണിക്കടാ. കളിക്കാൻ പോട്ടെ. ക്ലാസ്സിന് പോകാൻ എണ്ണിക്കടാ അങ്ങോട്ട്. ഇല്ല, ഞാൻ കളിക്കാൻ പോവാ. എവിടാ? പെട്ടെന്ന് റെഡി ആക്കിയോ, സ്കൂളിൽ പോക്കോ. എന്തോ ശരിക്കും സ്കൂൾ തുറക്കണോ? അല്ലെ ജൂൺ 1 സ്കൂൾ തുറക്കുന്നത് സാധാരണ. അച്ഛ എന്തോന്ന് അറിയത്തില്ല. മഴ ഭയങ്കര പനി. എല്ലാം കുഴപ്പമില്ല, തലവേനൊക്കെ നാളെ തന്നെ പ്രിൻസിപ്പൽ സാറേ, ആ സാലറി ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു വായം മനസ്സിലാവത്തില്ല. ഒന്നും മനസ്സിലാവില്ല. ഇതിലും വീട്ടിൽ നിന്ന് വല്ലതും പഠിക്കുന്നേ. അപ്പം നിന്റെ പ്രശ്നം തല ടീച്ചറാണോ? എന്റെ മാത്രമല്ല സാറേ, ഞങ്ങൾ ക്ലാസ്സിൽ പോട്ടെ. ഈ സ്കൂളിലെ തന്നെ പ്രശ്നം സർല ടീച്ചറിനെ പിരിച്ചുവിടണം. ഇല്ലെങ്കിൽ ഞങ്ങൾ സ്കൂൾ വരത്തില്ല. അല്ലയോടാ? അതാണ് ഞങ്ങൾ സ്കൂൾ യൂണിയന്റെ തീരുമാനം. അപ്പം കളി ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ വരും. ഓക്കേ, അപ്പൊ എല്ലാവർക്കും പഠിപ്പിച്ചതൊക്കെ മനസ്സിലായല്ലോ? ഒരു വായം മനസ്സിലായിട്ടില്ല. ഒരു കിണ്ടിയും മനസ്സിലായില്ല ടീച്ചറെ. ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആ കണ്ടോ? ഞങ്ങൾക്ക് മനസ്സിലായില്ല മിസ്സേ. ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പത്തെ ക്ലാസ്സുകാർക്ക് പോലും മനസ്സിലായില്ല. അതെ ഞങ്ങൾ വേണമെങ്കിൽ മൊബൈൽ കളിക്കാം, ചിലപ്പോ ഗെയിം കളിച്ചിരിക്കും ക്ലാസ്സിൽ ഇരുന്ന്. ആരുണ്ട് ചോദിക്കാം? സർല ടീച്ചർ വേണമെങ്കിൽ സർല ടീച്ചർ നോക്കോ. ഞങ്ങൾ ടീച്ചർ പറയുന്നത് കേൾക്കത്തില്ല. ടീച്ചറെ അർജന്റായിട്ടേ കുറച്ച് പേപ്പർ വോലേഷൻ ഉണ്ട്. ഇപ്പൊ ടീച്ചർ പോണേ. പിന്നെ ക്ലാസ്സിലെ ഒരു ഒന്നടങ്കം തീരുമാനമാണ് ടീച്ചറിനെ പിരിച്ചുവിടാൻ വേണ്ടി പോവാം. ടീച്ചറിനെ പിരിച്ചുവിടാൻ വേണ്ടി പോയി ജോലി കേട്ടോ. പേപ്പറൊക്കെ നോക്കിയിട്ട് ഇമ്മീഡിയറ്റ് ഡിസ്മിസൽ ഫ്രം ദി സ്കൂൾ. ടീച്ചറിനെ പിരിച്ചുവിടാൻ വേണ്ടി പോയി. ടീച്ചറിനെ പിരിച്ചുവിടാൻ വേണ്ടി പോയി കേട്ടോ. ദോണ്ട മഴ. ഈ മഴയത്ത് ഇത് എങ്ങനെ സ്കൂളിൽ പോവാനാ? അച്ഛൻ വല്ല വള്ളവും കൊണ്ടിട്. അതിനകത്ത് തുഴഞ്ഞു എല്ലാം പോവാ. കൊടയുണ്ട്. എല്ലാ മാസം ജൂണിന് മഴയുള്ളതാ. നിനക്കറിയാവോ ഞങ്ങളുടെ ചൂടുവെള്ളം. കല്ലും മുള്ളിന്റെയും കഥയൊന്നും ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് ഇഷ്ടമല്ല. എന്തോ ഞാന് മോളെ എഴുന്നേക്ക്, സ്കൂളിൽ പോണ്ടായോ? ഇന്ന് ക്ലാസ് തുടങ്ങുവാ. ടീച്ചറാന്ന് പറഞ്ഞ എന്ത് സ്വപ്നം കാണല്ലോടി. ടീച്ചർമാർക്ക് സ്വപ്നം കണ്ടുകൂടായോ? ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മനസ്സിലായി. പനിയാ, ലീവ് എടുക്കാനില്ലയോ? അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ക്ലാസ്സിന് പോടി. എങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാക്കാൻ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. എഴുന്നേറ്റ് പോയേ. തിങ്കളാഴ്ചക്കാട്ടും നല്ല ദിവസം ബുധനാഴ്ചയായിരുന്നു. ബുധനാഴ്ച എങ്ങാനും പോയായിരുന്നു നല്ലതായിരുന്നു. ബുധനാഴ്ച ഉണ്ടാക്കുന്നില്ല, തിങ്കളാഴ്ച പോയേ. ഇവിടെ വാ തുറക്ക്, കഴിക്ക്. കഴിക്കാൻ ഇന്ന് ലീവ് എടുക്കണ്ടേ? നാളെ ഫ്രഷ് ആയിട്ട് പോയാലോ? ഇന്നൊരു പന്ന ദിവസം, മഴ കണ്ടില്ലേ? ഇന്നേ സ്കൂള് തുറക്കുന്ന ദിവസം
മോൻ ഇന്ന് തന്നെ അങ്ങ് പോയാ മതി കേട്ടോ. അച്ഛ ഇത് പന്ന ദിവസം അച്ഛ ബുധനാഴ്ച തൊട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. എന്നാലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ബുദ്ധിയൊക്കെ വേണ്ടേ? ചേട്ടാ പിള്ളേരെ പഠിപ്പിക്കാൻ തിങ്കളാഴ്ചയല്ല നല്ല ദിവസം, ബുധനാഴ്ചയാ. സാറിനെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. അച്ഛ മഴ പെയ്താലോ അച്ഛ? നല്ല മഴക്കോളുണ്ട്. മഴയുണ്ടോടാ? ഇല്ല, മഴക്കോളുണ്ട്. എന്നാ വാ. എന്തുവാ ചേട്ടാ, ചേട്ടനൊന്ന് മനസ്സിലാക്ക്. മനസ്സിലാക്കാനൊന്നുമില്ല തള്ളവാ. സരസ്വതി ദേവി എന്നാലേ കളാശിക്കത്തുള്ളു ചേട്ടാ. ഗുഡ് മോർണിംഗ് ടീച്ചർ. സ്റ്റുഡന്റ് വന്നല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ടീച്ചറും സ്റ്റുഡന്റും കൂടെ അങ്ങോട്ട് പോ. സ്കൂളിലോട്ട് പോ. ടീച്ചർ ഇന്ന് രാവിലെ വിടുമായിരിക്കോ? വിടുവോ? ആ വിടുവോ? എനിക്കറിയത്തില്ല. വിടുന്നില്ലേ? സാധാരണ ഉച്ചക്കല്ലേ വിടുന്നേ ഫസ്റ്റ് ഡേയില്. അപ്പൊ ഉച്ചക്ക് വിടുവോ? വിടുവോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അത് പ്രിൻസിപ്പാളിന്റെ ഇഷ്ടം പോലെ ഇരിക്കും. ക്ലാസ് തുടങ്ങിയില്ല, അതിനുമ്പ് അവന് ലീവ് വേണമെന്ന്. എടാ കൊച്ചേ, ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തേ. എന്താ ടീച്ചറെ? എനിക്ക് ഒരു വാല്യൂഷൻ ഉണ്ടായിരുന്നു, വീട്ടു വരെ പോണം, അർജന്റാ. നീ അല്ല പൊക്കോ, ഞാൻ പോവാ. അയ്യോ ടീച്ചറെ, ഞാനും ഇപ്പോൾ ഓർത്തെ. എനിക്ക് ലൂസ് മോഷനാ, എനിക്കും വീട്ടിൽ പോണം, അർജന്റാ. എന്നാ വാ, അത് നല്ലൊരു തീരുമാനമാണ്. ടീച്ചറെ, ഞാൻ ടീച്ചറിന്റെ വീട്ടിൽ വന്ന് തൂറിക്കോട്ടെ? അതാണ് നിങ്ങളുടെ വീട്ടിൽ തൂറിയാല്. ഇല്ല, അച്ഛൻ സമ്മതിക്കത്തില്ല. മനസ്സമാനത്തോടെ പോകാൻ പോലും സമ്മതിക്കില്ല. ഗുഡ് മോർണിംഗ് പ്രിൻസിപ്പൽ സാർ. അങ്ങോട്ടോടെ പോകുന്നു. ആറിനെ സ്കാൻ ചെയ്യുവാന്നോ? പ്രിൻസിപ്പൽ സാറേ, പ്രിൻസിപ്പൽ സാറേ, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എന്തിനാ പിള്ളേരെ അടിക്കുന്നേ? ഫസ്റ്റ് ദിവസമായിട്ട് സാറേ 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 വിട്ടേക്ക് സാറേ. ടീച്ചർ എന്തോ പറഞ്ഞിട്ടാ ഇത് കണ്ടോ? ഫോണ്, സ്കൂളിൽ വരുന്ന പയ്യന് ഫോണ്. അയ്യോ സാറേ, അടിക്കല്ലേ. വൈകിട്ട് പോകുമ്പോ അച്ഛനെ വിളിക്കാൻ വേണ്ടി തന്നു വിട്ട ഐഫോണോ? എന്തോ ഐഫോൺ, എന്തോ ഫോണല്ലയോ? അയ്യോ സാറേ, ഞാൻ നോക്കിക്കോളാം, വിട്ടേക്ക്. ക്ലാസ്സിൽ പോടാ. ഫോൺ പോടാ. ക്ലാസ്സിൽ പോയിരുന്നു. ആഹാ, ഫ്രീ ഫയർ ഒക്കെ ഉണ്ടോ? ടീച്ചർ ഫ്രീ ഫയർ കളിക്കുവോ? ഐഡിയ എന്തോ ടീച്ചറിന്റെ? അയ്യോ സാറെന്താ ഈ വേഷത്തിൽ നിക്കറും ഒക്കെ ഇട്ട്? ആ ഇതാണോ ടീച്ചറെ? ഇതിപ്പോ ഒരു പുതിയ യൂണിഫോം ആയിട്ട് മാറ്റാൻ പോവാ. പ്രിൻസിപ്പൽസ് അല്ല ഇനി തൊട്ട് ഇങ്ങനെ വേണം വരാനെന്ന് പറഞ്ഞ് പുതിയ സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ ടീച്ചർ? ടീച്ചർമാർ ഇനി തൊട്ട് ഇതുപോലത്തെ ഡ്രസ് ആയിട്ടുണ്ടേ. അയ്യേ, അതെന്തിനു സർക്കുലറായി? ടീച്ചറിന്റെ ഫ്രീ ഫയർ ഐഡി എന്തുവാ? അയ്യോ, ഞാൻ അത്ര കാര്യമൊന്നുമില്ല. ആ ഫ്രീ ഫയർ ഐഡി ഇന്നൊരു നിർബന്ധം. അയ്യേ, വല്ലാത്ത സ്വപ്നമായിരുന്നു. ഒന്നുമില്ല. എങ്ങോട്ട് പോകുന്നു ടീച്ചർ? അത് ടീച്ചറിന്റെ ലൂസ് മോഷൻ എനിക്ക് വാല്യുവേഷൻ ഉണ്ട്. അല്ല, എനിക്ക് ലൂസ് മോഷന് ഇവർക്ക് വാല്യുവേഷൻ, ടീച്ചറിന് വാല്യുവേഷൻ. റിസൾട്ട് എല്ലാം വന്നപ്പോ വാലുവേഷനോ? എന്തൊരു കള്ളോ ടീച്ചറെ പറയുന്നേ? ടീച്ചർ ഇങ്ങനെ കള്ളം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിള്ളേർ ഇങ്ങനെ കടന്ന് കള്ളം പറയത്തില്ലേ? മോശമായിട്ടതൊക്കെ. എനിക്ക് എവിടെ നിന്നാണ് ലൂസ് മോഷൻ? എന്റെ അച്ഛൻ വിളിച്ചായിരുന്നു, നീ ചിലപ്പോ കള്ളം പറഞ്ഞ് മുങ്ങാനേ സാധ്യത ഉണ്ടെന്ന്. അയ്യോ സാറേ, എന്റെ ലൂസ് മോഷൻ. ടീച്ചറെ ക്ലാസ്സിൽ നോക്കൂ. ബാലു, അപ്പോ ഇതാണ് പ്രിൻസിപ്പലിന്റെ ഭാര്യ. നിങ്ങൾ അങ്ങോട്ട് എവിടെ പോകുന്നു? ഇന്ന് വാല്യുവേഷൻ തുടങ്ങില്ല. അപ്പൊ ഞാൻ വെച്ച് നാളെ തൊട്ട് സ്കൂളിൽ കയറാം. ഒരു ഇതുമില്ല, പോയി ക്ലാസ്സിൽ കയറോ. എച്ചമ്മ എന്ന് പറഞ്ഞു നടക്കുക. ഇങ്ങോട്ട് പോടോ, ഇവിടെ പോടോ. നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കൂ ഞങ്ങൾ.